നമസ്കാരം. ഞാൻ ഡോക്ടർ സിനു ജയപ്രസാദ്, SUT പട്ടം ഹോസ്പിറ്റലിന്റെ കൺസൾട്ടിംഗ് ഫിസിഷ്യനാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വേനൽക്കാല രോഗങ്ങളെ കുറിച്ചാണ്. മാർച്ച് മാസം തുടങ്ങി പലയിടത്തും ഉയർന്ന താപനില രേഖപ്പെടുത്തി തുടങ്ങി. ചൂട് കൂടും തോറും പല അസുഖങ്ങൾ പടരുന്നു. ഇതിൽ ദേഹത്തുണ്ടാകുന്ന ചുവന്ന പാടുകൾ തൊട്ട് വയറിളക്കം, ഹെപ്പറ്റൈറ്റിസ് എന്നിവ അസുഖങ്ങളാവാം. കൂടുതലായും കണ്ടുവരുന്നത് ശരീരത്തിൽ വരുന്ന പാടുകളും ചൊറിച്ചിലുമാണ്. അമിത നേരം വെയിലത്ത് നിൽക്കുമ്പോൾ ചർമ്മത്തിൽ പതിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ കാരണം ദേഹത്ത് ചുവന്ന പാടുകളും ചൊറിച്ചിലും ചെറിയ കുമിളകളും വരാം. ഇത് അമിത നേരം നിൽക്കുമ്പോൾ ചിലവരിൽ ദേഹവേദന, ഛർദില്, ബോധക്ഷയം എന്നിവ അനുഭവപ്പെടാം. ഇത് സൂര്യാഘാതം കാരണമാണ്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രി എത്തിക്കുകയും ചെയ്യണം. ഇനി വേനൽക്കാലത്ത് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ തൊപ്പിയോ കൊടയോ ഉപയോഗിക്കുക. അമിതമായ വെയിൽ ഉണ്ടെങ്കിൽ കഴിവതും ഇറങ്ങാതെ നോക്കുക. സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ കോട്ടൺ ഡ്രസ്സുകൾ ഇടുക. അടുത്തതായി കാണപ്പെടുന്നത് വയറിളക്ക രോഗങ്ങളാണ്. ശുചിത്വരഹിതമായ ഭക്ഷണവും വെള്ളവും കഴിക്കുമ്പോൾ വയറിളക്കം, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ അങ്ങനെ രോഗങ്ങൾ വരാം. ശുദ്ധജലത്തിന്റെ ലഭ്യതക്കുറവും വൃത്തിഹീനമായ ആഹാരം സൂക്ഷിക്കുന്നത് കാരണം അണുബാധ വളരുകയും അത് നമ്മൾ കഴിക്കുന്നതോടെ നമുക്ക് അസുഖം വരും. പാകം ചെയ്ത ഭക്ഷണം അറ്റ്മോസ്ഫിയറിന്റെ താപവ്യതിയാനം കാരണം പെട്ടെന്ന് ചീത്തയാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് പാകം ചെയ്ത ഭക്ഷണം എത്രയും പെട്ടെന്ന് കഴിക്കുക. കൂടുതൽ നേരം വെളിയിൽ വെക്കാതെ നോക്കുക. കഴിവതും ഹോട്ടൽ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക. പറ്റതും വീട്ടിൽ ശുദ്ധജലത്തിൽ ഉണ്ടാക്കിയ ആഹാരം കഴിക്കുക. അടുത്തായി കാണപ്പെടുന്ന രോഗങ്ങളാണ് ചിക്കൻ പോക്സ്, മീസിൽസ്, മുണ്ടുനീർ. ഇവ അസുഖങ്ങൾ വരുമ്പോൾ ദേഹത്ത് പനി, ദേഹവേദന, പിന്നെ മുണ്ടുനീറാണെങ്കിൽ സലൈവറി ഗ്രന്ഥികളിൽ വീക്കം, മീസിൽസ് ആണെങ്കിൽ ദേഹത്ത് ചുമന്ന പാടുകൾ, ചിക്കൻ പോക്സ് ആണെങ്കിൽ ദേഹത്ത് ചെറിയ കുമിളകൾ വരികയും ചെയ്യും. ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക. പിന്നെ ഗുളികകൾ കഴിക്കുക. ധാരാളം വെള്ളവും കുടിക്കണം. ഇങ്ങനത്തെ രോഗിയെ പരിചരിക്കുന്ന ആൾ ഈ രോഗിയുടെ സ്രവങ്ങൾ കാരണവും രോഗമുള്ള ആളുടെ അടുത്ത് പോകുമ്പോൾ അയാളുടെ സ്രവങ്ങളുമായി സമ്പർക്കവും ഉച്ഛ്വാസവായിലൂടെ അണുക്കൾ ശ്വസിക്കുകയും ചെയ്യുന്നതോടെ ഈ അസുഖം പടരും. അതുകൊണ്ട് രോഗിയെ നോക്കുന്ന ആൾ മാസ്ക് ധരിക്കുക. നോക്കിക്കഴിഞ്ഞ് കൈയും സോപ്പിട്ട് കഴുകിയിട്ട് വേണം ഭക്ഷണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തൊടാൻ വേണ്ടി. അടുത്തായിട്ട് കാണപ്പെടുന്നതാണ് നേത്ര രോഗങ്ങൾ. ഇതിൽ ചെങ്കണ്ണ്, കണ്ണിന്റെ ചുവപ്പ്, അലർജി, വളർച്ച എന്നിവ ഉൾപ്പെടും. ചെങ്കണ്ണ് പെട്ടെന്ന് പടരുന്ന ഒരു അസുഖമാണ്. രോഗിയുടെ സ്രവങ്ങൾ നമ്മളെ കയ്യിൽ പറ്റുകയും നമ്മൾ അത് അറിയാതെ കണ്ണിൽ തൊടുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് പടരും. അതുകൊണ്ട് ഈ വേനൽക്കാലത്ത് നമ്മൾ കൈ എപ്പോഴും സോപ്പിട്ട് കഴുകിയിട്ട് വേണം ആഹാരം കഴിക്കുകയും അല്ലെങ്കിൽ നമ്മൾ മുഖത്ത് തൊടുകയും ചെയ്യുക. 2 നേരവും മുഖം സോപ്പിട്ട് കഴുകാം. വേനൽക്കാലത്ത് നമ്മൾ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ: 1. വെയിൽ കൂടുതലാണെങ്കിൽ കഴിവതും വീട്ടിൽ ഇരിക്കാൻ നോക്കുക. അഥവാ വെളിയിൽ ഇറങ്ങുവാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. കൊടകൾ, തൊപ്പി എന്നിവ യൂസ് ചെയ്യുക. അയഞ്ഞ കോട്ടൺ ഡ്രസ്സുകൾ ഇടുക. ധാരാളം വെള്ളം കുടിക്കണം. ദിവസേന 2 നേരം കുളിക്കണം. ഇനി അസുഖങ്ങളായിട്ട് ഛർദില്, വയറിളക്കം, ദേഹത്ത് വരുന്ന ചെറിയ പാടുകൾ അങ്ങനെ വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക. അതിനുള്ള ഗുളികകളും കഴിക്കുക. കഴിവതും ഹോട്ടൽ ആഹാരങ്ങൾ ഒഴിവാക്കുക. വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം തന്നെ കഴിക്കുക. വീട്ടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.